ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേടാ? ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് കേട്ടോ. കുറേ ആയിട്ടാ ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഒരുപാട് വീഡിയോസൊന്നുമില്ല, കുറച്ച് പോർഷൻ മാത്രം കേട്ടോ. ഇന്ന് വീട്ടിൽ പണിക്കാരുണ്ടേനു, അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കേണ്ടി വന്നു. അമ്മ ഇവിടെ ഉണ്ടായില്ല, അമ്മക്ക് ചെറിയൊരു പണി ഉണ്ടായിട്ട് അമ്മ പോയിട്ടുണ്ടേനു. അപ്പം ഞാനേ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട്, നമ്മളെ കിച്ചൺ ഇങ്ങനെ കേട്ടോ, കിച്ചണ് രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീനാക്കി വെക്കും. അല്ല പിന്നെ രാവിലെ എണീറ്റ് വരാനൊരു സുഖം ഉണ്ടാവില്ല. അടുക്കളയിൽ വരുമ്പോഴത്തേക്ക് നല്ല ക്ലീനായിട്ട് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലീനായിരിക്കും. പിന്നെ ഞാൻ തുടങ്ങി രാവിലത്തെ അങ്കം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ രാവിലെ പൂരി ആക്കാന്ന് വെച്ചു. പൂരിയും മുട്ട റോസ്റ്റും. ഇപ്പം നല്ല മഴയല്ലേ, അപ്പം മുറ്റം മുഴുവനും പുല്ലായിട്ട് ആകെ വൃത്തിയേടായിച്ചുണ്ടായി. അപ്പം രണ്ടാളെ അതിന് വേണ്ടിയിട്ട് ആക്കി മുറ്റം വൃത്തിയാക്കണ്ടിട്ട്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓരോന്ന് എടുക്കാൻ നിങ്ങൾ കാണുന്നട്ടാ. രാവിലെ എണീറ്റപ്പോൾ അത്ര വലിയ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ, ചെറുതായിട്ടുണ്ടായല്ലോ. അതിൻ്റെ തലേദിവസം ഭയങ്കര മഴയായിരുന്നു. പണിക്കാരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റക്കാവൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ വിളിക്കും. ഇവിടെ ആ ശ്രീജേട്ടൻ്റെ അമ്മ ഇല്ലേനോ, ഞാൻ പറഞ്ഞില്ലേ അമ്മക്കൊരു ചെറിയ പണി ഉണ്ടായിട്ട് അമ്മ പോയി നിന്ന്. എൻ്റെ അമ്മ വരാൻ കുറച്ച് ലേറ്റ് ആയിന് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചായ എല്ലാം കുടിച്ച് പിന്നെ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ എത്തി. പണിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനം ഉണ്ടാക്കിയിട്ടാ. ഒന്നാമത് ശ്രീജേട്ടൻ്റെ ബർത്ത്ഡേ അതിൻ്റെ തലേ ദിവസത്തേനു. അപ്പോൾ അന്ന് ഞാൻ പായസമൊന്നും വെക്കാൻ എനിക്ക് സമയം ഉണ്ടായില്ല, പുറത്ത് പോയി അങ്ങനെയൊക്കെ തിരക്കായിപ്പോയി. അപ്പോൾ ശ്രീജേട്ടനെല്ലാം പറഞ്ഞ് പിറ്റേ ദിവസം വെക്കാം, പിറ്റേ ദിവസം പണിക്കാരെല്ലാം ഇല്ലേ, അപ്പോൾ നമുക്ക് പായസവും കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കാം. അങ്ങനെ സൺഡേ വെക്കാന്ന് വെച്ചാൽ സാറ്റർഡേ ആയിരുന്നു ബർത്ത്ഡേ. പിന്നെ എന്തായാലും അമ്മയും വരുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന്, എൻ്റെ അമ്മയും വരുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടേനു. അടുക്കളയിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. മേലെ കുറച്ച് തുണികൾ ആറിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടേനു. എന്നിട്ട് ഞാൻ ആ സമയം മേലെ വേഗം ആറിയിട്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആറിയിടാൻ പോകാം മേലത്തേക്ക്. ഞാൻ മനസ്സിലായി അമ്മ വരുമ്പോഴത്തേക്ക് സാധനമെല്ലാം സെറ്റാക്കിന്ന്. അപ്പോൾ തേങ്ങ ചെറി വെച്ചു. ചായ കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് അപ്പം ഞാനൊരു ബ്രൂ കോഫി എടുത്തു. ബ്രൂ കോഫി രാവിലെ ചായ കൊടുത്തില്ല, ബ്രൂ കോഫി വെച്ചെടുത്തു. ബ്രൂ കോഫിയും കല്ലുമ്മക്കായ് പൊരിച്ചതും കൊടുത്തിട്ടാ. ചായയെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അമ്മേനോട് കുറച്ച് വർത്തനെല്ലാം പറഞ്ഞ് ചിക്കൻ അമ്മയാട്ടാ പിറക്കുന്നൊക്കെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഭയങ്കര ഈ മുളകായ പിന്നെ കയ്യിൽ ഭയങ്കര എരിയൽ ആയിരിക്കും. അപ്പം അമ്മ മുളകൊക്കെ വെറുതെ സെറ്റാക്കിയിട്ടാ. ഞാൻ പറഞ്ഞില്ലേടാ ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മിസ്സായി. വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ഉണ്ടാക്കിയ സാധനങ്ങൾ പിന്നെ എടുക്കുക. ചിക്കൻ കറി ഉണ്ടാക്കി, ക്യാബേജ് വറവുണ്ടാക്കി, പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി, പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി. ഇതാണ് ഇഞ്ചിക്കറി കേട്ടോ, ഇഞ്ചിക്കറി. പിന്നെ കുറച്ച് ബിരിയാണീൻ്റെ ചിക്കൻ ഉണ്ടാക്കി, പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി, പാൽപ്പായസം ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി. എൻ്റെ അടുക്കള ഉണ്ടാ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നോ? രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ജോലിയെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടായ ഒരു രൂപമാണിത്. രൂപം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ അബദ്ധമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ നടുക്ക് പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ. ഫുഡൊക്കെ കൊടുത്ത് ഞാൻ പാത്രങ്ങളൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് വൃത്തിയാക്കിയത്. പിന്നെ ഞാൻ വൈകുന്നേരം ചായ കൊടുത്ത്, ചായയും പപ്സും ചിക്കൻ റോളും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേടാ.